ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, മെയ് 5-ാം തീയതി, അതായത് ഇന്നലെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. സോ അതെല്ലാവരും കണ്ടു കാണും, എല്ലാവരും അവരവരുടെ റിസൾട്ടൊക്കെ നോക്കി കാണും, നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത ദിവസം, അതായത് മെയ് 6-ാം തീയതി, അതായത് ഇന്ന് +2 റിസൾട്ട് വരുന്ന ആ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മക്കളെ, ഇത് അവിടെ ഇവിടെ ഞാൻ പറഞ്ഞു, ഞാൻ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ നിങ്ങൾക്ക് നൽകത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ നോക്കിയാലും അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ് കുട്ടികൾ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ചുമ്മാ ഒരു ഡേറ്റ് വന്ന് പറയത്തില്ല, കറക്റ്റായിട്ട് അറിഞ്ഞ കാര്യമാണ് മക്കളെ. ഇത് +2 ഡേറ്റിനെ പറ്റി പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. മെയ് 18-ാം തീയതി പ്രഖ്യാപിക്കുമോ? കാരണം അന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ അത് പല കുട്ടികളും ചില യൂട്യൂബ് ചാനൽസൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ. പക്ഷേ ഞാൻ പറഞ്ഞു, അത് കൺഫർമേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയിട്ടുണ്ട്. ടാബ്ലേഷൻ പ്രവൃത്തികൾ നടന്നു വരികയാണ്. 4,44,707 വിദ്യാർത്ഥികളാണ് 2ാം വർഷം പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മെയ് 14 ബോർഡ് മീറ്റിംഗ് കൂടി മെയ് 21 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി യെസ്, അതായത് മക്കളെ, മെയ് 21 എന്ന് പറയുന്ന ആ ഡേറ്റിലേക്ക് നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. ഇത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ തെളിവും കൂടെ കാണിച്ചു തന്നത്. കാരണം ഇത് അനാവശ്യമായി നിങ്ങൾ ഓരോരോ ഡേറ്റിൻ്റെ പുറകെ പോകരുത്. കൺഫർമേഷൻ ആയിട്ടുള്ള കാര്യമാണ്. മെയ് 21-ാം തീയതി നമ്മുടെ റിസൾട്ട് വരും. ഓക്കെ, +2 റിസൾട്ട് വരും. അപ്പോൾ ഇപ്പോഴത്തെ +1 റിസൾട്ട്, ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ടും +2 റിസൾട്ടും കൂടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം എല്ലാ റിസൾട്ടുകളും പൂർത്തിയാകും. എന്നിട്ട് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ആഡ് ചെയ്ത് നോക്കുക. പിന്നെ മുന്നോട്ടുള്ള സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്, കുട്ടികളോടാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഒരുമിച്ചാക്കുന്നത് എങ്ങനെയാണ്, പിന്നെ സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷം ഞാൻ പറയുന്നതായിരിക്കും. മക്കൾ, ഈ വിവരങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതോടൊപ്പം നമ്മൾ മാത്സും പഠിപ്പിക്കുക, ഇതെല്ലാമാണ് എൻ്റെ ഉദ്ദേശം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ മക്കളെ നമ്മുടെ കൂടെ കൂടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ അയക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേഷനുമായിട്ട് വരുന്നവരേക്കും ബൈ.